ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു രീതി ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഇങ്ങനെ പറയണം, അതായത് ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ അയാളെ കാണുന്നില്ല, ആ സമയമായിട്ടും അയാളെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, അവൻ എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് അവനെ കാണാൻ പറ്റാത്തത്. അവൻ എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് അവനെ കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയും, അവളുടെ ജോലി പൂർത്തിയായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അവളുടെ ജോലി പൂർത്തിയായിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, പോലീസിന് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അവർ ഇവിടെ വന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, അവൾ അവനോട് പണത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം, അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. അവൾ അവനോട് പണത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം, അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. കേൾക്കുമ്പോൾ ഇത്തിരി ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പറയാൻ പറ്റുന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പതിവ് പോലെ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അവൻ എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് അവനെ കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ അവളുടെ ജോലി പൂർത്തിയായിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് ഇതുവരെ വരാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ വാചകം തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അവൻ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അവൻ എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഓക്കെ, ഇത് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവൻ എത്തിയിട്ടില്ലായിരിക്കാം. അതൊരു പോസിബിലിറ്റിയാണ്, നമുക്ക് ശരിക്കും അറിയില്ല, എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയില്ല. അതുകൊണ്ടൊരു സാധ്യതയായിട്ടാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സാധ്യതയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ മോഡൽ ഓക്സിലറി വെർബുകളിൽ രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മേ ആൻഡ് മൈറ്റ്. അപ്പോൾ നമ്മൾ മോഡൽ ഓക്സിലറി വെർബ് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, അപ്പോൾ അത് പോയിട്ടൊന്ന് കാണുക. അപ്പോൾ ഇവിടെ മേ എന്നുള്ള വേർഡ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് എന്ന് പറയുന്നത് മേ നോട്ട് ഹാവ് എന്നുള്ളതാണ്. മേ നോട്ട് ഹാവ്, മേ പ്ലസ് നോട്ട് പ്ലസ് ഹാവ്. എല്ലായിടത്തും നമ്മൾ നോട്ട് ചേർക്കുന്നില്ല, നോട്ട് ചേർക്കാത്ത സെൻറ്റൻസുകൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും മേ നോട്ട് ഹാവ് എന്നുള്ള രീതി വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ്, മേ നോട്ട് ഹാവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത് പറഞ്ഞ ആ എക്സാമ്പിളിനെ എടുക്കാം. അവൻ എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് കാണാത്തത്. അവൻ എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് കാണാത്തത്. ഹി മേ നോട്ട് ഹാവ് റീച്ച്ഡ്. ഹി മേ നോട്ട് ഹാവ് റീച്ച്ഡ്, ദാറ്റ് ഇസ് വൈ കനോട്ട് സീ ഹിം. ഹി മേ നോട്ട് ഹാവ് റീച്ച്ഡ്, അവൻ എത്തിയിട്ടില്ലായിരിക്കാം. ദാറ്റ് ഇസ് വൈ കനോട്ട് സീ ഹിം, അതിനാലാണ് അവനെ കാണാത്തത്. ദാറ്റ് ഈസ് വൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, അതിനാലാണ് എന്നുള്ള അർത്ഥമാണ്. കനോട്ട് സീ ഹിം, അവനെ കാണാത്തത്. ഒന്നുകൂടെ പറയാം, ഹി മേ നോട്ട് ഹാവ് റീച്ച്ഡ്. ഹി മേ നോട്ട് ഹാവ് റീച്ച്ഡ്, അവൻ ഒരു പക്ഷേ എത്തിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അവൻ എത്തിയിട്ടില്ലായിരിക്കാം. ദാറ്റ് ഈസ് വൈ കനോട്ട് സീ ഹിം, അതുകൊണ്ടാണ് അവനെ കാണാത്തത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരാൻ പോകുന്ന വാചകം നമ്മൾ ഈ പാറ്റേണിൽ തന്നെ പിടിച്ചാൽ മതി. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു, അവളുടെ ജോലി പൂർത്തിയായിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അവളുടെ ജോലി പൂർത്തിയായിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. എങ്ങനെയാണ് പറയാ, ഷീ മേ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഷീ മേ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, ദാറ്റ് ഇസ് വൈ കനോട്ട് കം യെറ്റ്. ദാറ്റ് ഇസ് വൈ cannot come yet. ഒന്നുകൂടെ പറയാം, ഷീ മേ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. അവൾ അവളുടെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ലായിരിക്കാം. ദാറ്റ് ഇസ് വൈ, അതുകൊണ്ടാണ്, അതിനാലാണ് കനോട്ട് കം യെറ്റ്, ഇതുവരെ വരാൻ പറ്റാത്തത്. യെറ്റ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നത്. ഷീ മേ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ഹെർ വർക്ക്, അവൾ അവളുടെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ലായിരിക്കാം. ദാറ്റ് ഇസ് വൈ കനോട്ട് കം യെറ്റ്. ദാറ്റ് ഇസ് വൈ കനോട്ട് കം യെറ്റ്, അതിനാലാണ് ഇതുവരെ വരാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം. പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് അവരിവിടെ വന്നത്. പോലീസ് എന്തെങ്കിലും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് അവർ ഇവിടെ വന്നത്.
എങ്ങനെയാ പറയാ? ദ പോലീസ് മേ ഹാവ് ഫൗണ്ട് സംതിങ്. ദ പോലീസ് മേ ഹാവ് ഫൗണ്ട് സംതിങ്. ദാറ്റ് ഈസ് വൈ they reached here. That is why they reached here. The police may have found something. പോലീസ് ഒരുപക്ഷെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം. The police may have found something. പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം. That is why, അതിനാലാണ് they reached here, അവരിവിടെ എത്തിയത്. That is why they reached here, അതുകൊണ്ടാണ് അവരിവിടെ എത്തിയത്. ഒന്നുകൂടെ പറയാം. The police may have found something. പോലീസ് ഒരുപക്ഷെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം. That is why they reached here. അതിനാലാണ് അവരിവിടെ എത്തിയത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവൾ അവനോട് പണത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം, അതിനാലാണ് അവൻ രക്ഷപ്പെട്ടത്. പണത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അവൾക്ക് കിട്ടാനുള്ള പണമായിരിക്കും, അവന് കൊടുക്കാനുള്ളതായിരിക്കാം. അപ്പോൾ അവനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ ആൾ സ്കൂട്ടായിട്ടുണ്ടാകും, എസ്കേപ്പ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അവൾ പണത്തെക്കുറിച്ച് അവനോട് സംസാരിച്ചിട്ടുണ്ടാകാം, അതിനാലാണ് അവൻ രക്ഷപ്പെട്ടത്. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഷീ മേ ഹാവ് ടോക്ക്ഡ് ഹിം അബൌട്ട് ദ മണി. അവൾ ഒരു പക്ഷേ പണത്തെക്കുറിച്ച് അവനോട് സംസാരിച്ചിട്ടുണ്ടാവാം. ഷീ മേ ഹാവ് ടോക്ക്ഡ് ഹിം അബൌട്ട് ദ മണി. അവൾ പണത്തെക്കുറിച്ച് അവനോട് സംസാരിച്ചിട്ടുണ്ടാകാം. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ഹി എസ്കേപ്ഡ്, അവൻ രക്ഷപ്പെട്ടത്. ഷീ മേ ഹാവ് ടോക്ക്ഡ് ഹിം അബൌട്ട് ദ മണി. ദാറ്റ് ഈസ് വൈ ഹി എസ്കേപ്ഡ്. അവൾ പണത്തെക്കുറിച്ച് അവനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകാം, അതിനാലാണ് അവൻ രക്ഷപ്പെട്ടത്. ഇങ്ങനെയാണത് പറയുന്നത്. ഓക്കെ, നമുക്ക് അവസാനമായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊരു ജോലി രാജിവെച്ചു, ഒരു സ്ഥാനം രാജിവെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ സംസാരം നടക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളയാളെ നിർബന്ധിച്ചിരിക്കാം, അതുകൊണ്ടാണ് അയാൾ രാജിവെച്ചത്. നിങ്ങളയാളെ നിർബന്ധിച്ചിരിക്കാം, അതുകൊണ്ടാണ് അയാളെ രാജിവെച്ചത്. അപ്പോൾ അയാളെ നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് രാജിവെപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ആ പറയുന്നത് അല്ലേ? നിങ്ങളയാളെ നിർബന്ധിച്ചിരിക്കാം, അതുകൊണ്ടാണ് അയാൾ രാജിവെച്ചത്. വെറുതെ ഒന്നും ഇപ്പോൾ അയാൾ അങ്ങനെ രാജിവെക്കുന്ന ഒരാളൊന്നുമല്ല. യെസ്. അപ്പോൾ നിങ്ങളയാളെ നിർബന്ധിച്ചിരിക്കാം, അതുകൊണ്ടാണ് അയാൾ ജോലി റിസൈൻ ചെയ്തത്. എങ്ങനെയാ പറയാ? നിങ്ങൾ അയാളെ നിർബന്ധിച്ചിരിക്കാം, അതുകൊണ്ടാണ് അയാൾ ജോലി റിസൈൻ ചെയ്തത്. ഇങ്ങനെയാണ് പറയുന്നത്. യു മേ ഹാവ് ഫോഴ്സ്ഡ് ഹിം, ദാറ്റ് ഈസ് വൈ ഹി റിസൈൻഡ്. യു മേ ഹാവ് ഫോഴ്സ്ഡ് ഹിം. നിങ്ങൾ അയാളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാകും. യു മേ ഹാവ് ഫോഴ്സ്ഡ് ഹിം. നിങ്ങൾ അയാളെ നിർബന്ധിച്ചിട്ടുണ്ടാകാം. ദാറ്റ് ഈസ് വൈ ഹി റിസൈൻഡ്. അതുകൊണ്ടാണ്, അതിനാലാണ് അയാൾ റിസൈൻ ചെയ്തത്. റിസൈൻഡ്, അതിനാലാണ് അയാൾ റിസൈൻ ചെയ്തത്. ഒന്നുകൂടെ പറയാം. യു മേ ഹാവ് ഫോഴ്സ്ഡ് ഹിം. നിങ്ങൾ അയാൾ ഒരു പക്ഷേ നിർബന്ധിച്ചിട്ടുണ്ടാകാം. ദാറ്റ് ഈസ് വൈ ഹി റിസൈൻഡ്. അതുകൊണ്ടാണ് അയാൾ റിസൈൻ ചെയ്തത്. യു മേ ഹാവ് ഫോഴ്സ്ഡ് ഹിം, ദാറ്റ് ഈസ് വൈ ഹി റിസൈൻഡ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണത് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തിരി ലെങ്തി ആയ സെൻറ്റൻസ് ഒക്കെ ആയിരിക്കാം, എന്നാലും ഒന്ന് രണ്ട് തവണ നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ, നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ട് അതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ, പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നുണ്ട്. ഒരേ പാറ്റേണിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ മനസ്സിൽ ഇതേ രീതിയിലുള്ള സെൻറ്റൻസുകൾ വരുന്നുണ്ടെങ്കിൽ ഇതേ പാറ്റേണിൽ നിങ്ങൾ ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റി നോക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. വളരെ സിമ്പിൾ തന്നെയാണ്, വലിയ പ്രയാസമൊന്നുമില്ല. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഇത് വളരെ ലെങ്തിയാണ്, ഹാർഡാണ് ലേൺ ചെയ്യാൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ തന്നെ അതിൽ വേണ്ടേ? അപ്പോൾ അത് ഹാർഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ രസകരമായിട്ടും വളരെ സിമ്പിളായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും